നമസ്കാരം. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി 2026 മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറിക്കഴിഞ്ഞു. അധികാരത്തിന്റെ തൂക്കകോൽ വ്യക്തമായി ഒരു ദിശയിലേക്ക് ചാഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ നഗര രാഷ്ട്രീയ ഭൂപടം തന്നെ പുനർരേഖപ്പെടും. 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 25 എണ്ണത്തിൽ അധികാരമുറപ്പിച്ച BJP നയിക്കുന്ന മഹായുതി സഖ്യം തിരഞ്ഞെടുപ്പ് വിജയം എന്നതിലുപരി ഒരു ജനവിധി പ്രഖ്യാപനമായി ഈ ഫലത്തെ മാറ്റി. വർഷങ്ങളായി തർക്കവും ആഭ്യന്തര കലഹവും അഴിമതി ആരോപണങ്ങളും നിറഞ്ഞിരുന്ന മഹാരാഷ്ട്ര നഗരഭരണത്തിന് വികസനവും സ്ഥിരതയും ആവശ്യമാണെന്ന ജനങ്ങളുടെ ഉറച്ച സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവന്നത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുടെ ഭരണ കേന്ദ്രമായ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ BJP കൈവശപ്പെടുത്തിയത് ചരിത്രപരമായ രാഷ്ട്രീയ മുന്നേറ്റം തന്നെയാണ്. പതിറ്റാണ്ടുകളായി ഒരേ ഒരു രാഷ്ട്രീയ കുടുംബത്തിന്റെ കോട്ടകയായി നിലകൊണ്ടിരുന്ന BMCയിൽ ഉദ്ധവ് താക്കറെയും ശിവസേനയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടതും മാത്രമല്ല, പഴയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കുള്ള കനത്ത പ്രഹരമാണ് ഏറ്റതെന്നുകൂടി പറയേണ്ടി വരും. അതേസമയം 1999 ശേഷം ആദ്യമായി ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് പാർട്ടി തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകിയത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. മറുവശത്തെ ശരത് പവാറും അജിത് പവാറും ചേർന്ന കൂട്ടുകെട്ട് സ്വന്തം കോട്ടകളിൽ പോലും തകർന്നടിഞ്ഞത് അവസരവാദ രാഷ്ട്രീയത്തിന്റെ പരിധി ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ തെളിവായി മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വൻ നേട്ടമുണ്ടാക്കിയപ്പോഴും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് വിസ്മയം സൃഷ്ടിച്ചു എന്നത് വാസ്തവമാണ്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ പിന്നോട്ട് പോയെങ്കിലും സംസ്ഥാനത്തെ ആകെ പ്രകടനം പാർട്ടിക്ക് തിരിച്ചുവരവിന്റേതാണ്. ഇത്തവണ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആകെ 2869 സീറ്റുകളിൽ 528 എണ്ണത്തിൽ മത്സരിച്ച പാർട്ടിക്ക് 350 സീറ്റിൽ വിജയിക്കാനായി. മുംബൈയിൽ BJP ഭരണം പിടിച്ചെങ്കിലും സീറ്റെണ്ണത്തിൽ നാലാമതാണ് കോൺഗ്രസ്. മുംബൈയിൽ 227 സീറ്റിൽ 167 ഇടത്താണ് കോൺഗ്രസ് മത്സരിച്ചത്. താനയിൽ 101 ഇടത്തും പൂനെയിൽ 100 ഇടത്തും മത്സരിച്ചു. പിംപ്രി ചിഞ്ചാവാഡിൽ 60 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. 5 ഇടത്ത് ഭരണം നേടാനും 10 ഇടത്ത് ഭരണത്തിൽ പങ്കാളികളാവുകയും ചെയ്യുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഭിവണ്ടി, നിസാംപൂർ, ലാംതൂർ, അമരാവതി, കോലാംപൂർ, ചന്ദ്രപൂർ എന്നിവിടങ്ങളിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് ഭരണം നേടി. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് കൂടുതൽ സീറ്റുള്ള പ്രഭാണിയിൽ ഭരണത്തിൽ പങ്കാളിയാകാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, NCP ശരത് പവാർ വിഭാഗം എന്നിവരുൾപ്പെടുന്ന മഹാവികാസ് അഘാഡി ഒറ്റയ്ക്കാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായി കൈകോർത്തതും ശരത് പവാർ BJP സഖ്യകക്ഷിയായ അജിത് പവാറിനൊപ്പം ചേർന്നതുമാണ് കോൺഗ്രസിനെ ഒറ്റയ്ക്ക് കളത്തിലിറക്കിയത്. BJP സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി BJPക്കെതിരെ മത്സരിച്ച അജിത് പവാറിന്റെ തന്ത്രം പൂർണ്ണമായും തിരിച്ചടിച്ചു. ശക്തി കേന്ദ്രമായ പൂനെയിലും പിംപ്രി ചിച്ച്വാഡിലും പവാർ കുടുംബം നിലം തൊട്ടില്ല. രണ്ടാം തവണയും രണ്ടിടത്തും BJPക്കാണ് ഭരണം. ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു താൽക്കാലിക വിജയം മാത്രമല്ല, മഹാരാഷ്ട്രയുടെ ഭാവി രാഷ്ട്രീയത്തിന്റെ ദിശാസൂചകമാണ്. നഗരഭരണത്തിൽ സ്ഥിരതയും വ്യക്തവുമായ നേതൃത്വവും വേണമെന്ന് ജനങ്ങൾ തുറന്നടിച്ചു പറഞ്ഞ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ, അഴിമതിരഹിത ഭരണ സംവിധാനം ഇവയെല്ലാം വാഗ്ദാനമല്ല, പ്രാവർത്തികമായി നടപ്പാക്കാൻ കഴിയുന്ന ശക്തിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. BJP നയിക്കുന്ന മഹായുതിക്ക് ലഭിച്ച വൻ വിജയം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള മുന്നറിയിപ്പായി മാറുകയാണ്. അതേസമയം കോൺഗ്രസിന്റെ പരിമിതമായെങ്കിലും ശ്രദ്ധേയമായ തിരിച്ചുവരവ് പാർട്ടി തങ്ങളുടെ അടിത്തറ ശക്തിപ്പെടുത്തിയാൽ വീണ്ടും രാഷ്ട്രീയ ചർച്ചയിലെ കേന്ദ്ര ബിന്ദുവാകാമെന്ന സൂചന നൽകും. എന്നാൽ കുടുംബ രാഷ്ട്രീയവും സഖ്യരാഷ്ട്രീയത്തിലെ ആശയക്കുഴപ്പങ്ങളും ജനവിശ്വാസം നഷ്ടപ്പെടുത്തുമെന്ന കടുത്ത പാഠമാണ് പവാർ വിഭാഗങ്ങളും ശിവസേനയും ഈ തിരഞ്ഞെടുപ്പിലൂടെ പഠിച്ചത്. പ്രത്യേകിച്ച് BMCയിലെ പരാജയം മുംബൈയിൽ അധികാരം പാരമ്പര്യാവകാശമല്ലെന്ന സത്യമാണ് പ്രഖ്യാപിച്ചത്. ഒടുവിൽ 2026 മഹാരാഷ്ട്ര മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒരു കാര്യം വ്യക്തമായി പറയും: ജനങ്ങൾ പഴയ രാഷ്ട്രീയ കഥകൾക്ക് വിട പറഞ്ഞു, ഫലം കാണുന്ന ഭരണത്തിന് വോട്ട് ചെയ്തു. ഈ രാഷ്ട്രീയ പുനഃക്രമീകരണം സംസ്ഥാനത്തിന്റെ ഭാവി ഭരണരൂപം നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല. മഹാരാഷ്ട്ര ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല.